പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ബുക്ക് ടോക്ക് വീക്കിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയമായ ഒരു കൃതിയായ മനുഷ്യന് ആമുഖം എന്നൊരു പുസ്തകത്തെ കുറിച്ചാണ്. ഈ ഒരു കൃതി രചിച്ചത് പ്രശസ്ത സാഹിത്യകാരനായ സുഭാഷ് ചന്ദ്രൻ എന്നൊരാൾ ഈ ഒരു പുസ്തകം രചിച്ചത്. ഈ ഒരു പുസ്തകത്തിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അബ്ദുൾ റസാഖ് സാറിനെ സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യാം സർ. ഓക്കെ. താങ്ക് യു സജന മാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. താങ്ക് യു. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നല്ലൊരു പ്രഭാതം നേർന്നുകൊള്ളുന്നു. ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് വിംബിൾ അക്കാദമി നടത്തിവരുന്ന 19 മുതൽ 25 വരെ 7 ദിവസങ്ങളിലായി ബുക്ക് ടോക്ക് വീക്ക് എന്ന പേരിൽ ഒരു ഉദ്യമം, ഇവിടെ വായന ഉദ്യമം നടന്നു വരുന്നുണ്ട്. വളരെ അധികം പ്രശംസനീയമായ ഒരു സംരംഭമാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന വിംബിൾ അക്കാദമിയുടെ ഡയറക്ടർ ഫൈസൽ സാർ, കോർഡിനേറ്റർ സജന മാം, എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സെഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ബുക്ക് ടോക്കിലേക്ക് കിടക്കാം. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്, നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മനുഷ്യനൊരാമുഖം എന്ന സുഭാഷ് ചന്ദ്രൻ്റെ 2010 പുറത്തിറങ്ങിയ ഒരു നോവലാണ്. ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഒരു നോവലാണ് മനുഷ്യനൊരു ആമുഖം എന്ന് പറയുന്നത്. 2011 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അതേ വർഷം തന്നെ ഓടക്കുഴൽ അവാർഡ്, 2014 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 2015 വയലാർ അവാർഡ്. വയലാർ അവാർഡ് വാങ്ങുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സാഹിത്യകാരനായിരുന്നു സുഭാഷ് ചന്ദ്രൻ. അപ്പോൾ ഇത്രയേറെ അവാർഡുകൾ ഈ ഒരു ബുക്ക് വാങ്ങിക്കൂട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത്രമേൽ മനുഷ്യഹൃദയത്തിൽ സ്പർശിയായ ഒരു നോവലാണ് എന്ന്. നാം ഈ ബുക്ക് വായിക്കുമ്പോൾ ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ അഗാധമായിട്ട് സ്പർശിക്കുന്നുണ്ട്. മനുഷ്യനൊരു ആമുഖം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഒരു നിർവചനമാണ്, ഒരു കണ്ണാടി ആണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. സത്യത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കുറേ കാലം ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് നേടുന്നു, എങ്ങനെ മരണപ്പെടുന്നു? ഈ ഒരു ബുക്കിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് പൂർണ്ണ വളർച്ച എത്തും മുമ്പേ മരിച്ചു പോകാൻ ഇരയാകേണ്ടി വരുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ബുക്ക് ഇവിടെ തുടങ്ങുന്നത്. ഇതാണ് ഈ ഒരു ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഒരു വാക്കാണ് ഞാൻ പറഞ്ഞത്. പൂർണ്ണ വളർച്ച എത്തും മുമ്പേ മരിച്ചു പോകേണ്ട ഒരേ ഒരു ജീവിയാണ്. ഇതാണ് ഈ ബുക്കിൻ്റെ കാവൽ എന്ന് പറയുന്നത്. മനുഷ്യനെ ഉള്ള വേറൊരു പര്യായമാണ് മർത്യൻ എന്നുള്ളത്. മർത്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരണപ്പെട്ടു പോകേണ്ടത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ബാക്കിയുള്ള മൃഗങ്ങളെല്ലാം മരിച്ചു പോകുന്നു, പക്ഷെ അവർക്ക് എന്തുകൊണ്ട് മർത്യൻ എന്ന് പറയുന്നില്ല? ഇവിടെ മരിച്ചു പോകേണ്ടി വരും എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് മനുഷ്യന് മർത്യൻ എന്ന് പേരിട്ടിരിക്കുന്നത്. നമ്മുടെ ചിന്തകളെ വളരെയധികം നവീനമാക്കിയും സാഹിത്യത്തിൽ പുതിയൊരു ശൈലിയും ആശയവും കൊണ്ടുവന്ന ഒരു നോവലാണ് മനുഷ്യന് ഒരു ആമുഖം എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. ഇതിൽ 100 കണക്കിന് കഥാപാത്രങ്ങൾ ഇത് നമ്മളിലൂടെ സംവദിക്കുന്നുണ്ട്. നമ്മുടെ ചിന്താപരമായ സ്വത്വത്തെ നിർണയിക്കുന്നതിൽ ഈ കൃതി വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. 4 ഭാഗങ്ങളായാണ് ഇതിനെ സുഭാഷ് ചന്ദ്രൻ വിഭജിച്ചിരിക്കുന്നത്. 1 ധർമ്മം, 2 അർത്ഥം, 3 കാമം, 4 മോക്ഷം. ഒരു മനുഷ്യൻ്റെ ആയുസ്
എങ്ങനെ സഞ്ചരിക്കുന്നു അതുപോലെയാണ് ഈ 4 ഭാഗങ്ങളിലൂടെയും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ രണ്ടാം ഭാഗമായ അർത്ഥത്തിൽ മനുഷ്യനൊരു രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ മനുഷ്യൻ ഒരു മനുഷ്യൻ്റെ ചിന്ത എങ്ങനെയെങ്കിലുമൊക്കെ ഒരു നല്ലൊരു ഉദ്യോഗം കിട്ടി ഒരു ജോലിയിൽ കയറണം എന്നുള്ള ഒരു തിരക്കിലായിരിക്കും. പിന്നീട് നമ്മൾ വിവാഹം കഴിഞ്ഞു, വിവാഹത്തോടനുബന്ധിച്ച് ഉണ്ടാകുന്ന മക്കൾ, പിന്നെ സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലുകൾ, അങ്ങനെ അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. പിന്നെ പ്രായം മൂന്നാം പകുതിയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അസുഖക്കാരായി, പിന്നെ പലരും മരുന്നുകൾ കഴിച്ച് അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. പിന്നെ അവസാന നാളുകളാവുമ്പോൾ സഹോദരങ്ങൾ തമ്മിലുള്ള സ്വത്തിൻ്റെ പേരിലുള്ള തർക്കങ്ങൾ, അങ്ങനെ ഈ ഒരു പിന്നെ ജീവിതത്തോട് നമ്മൾ അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ ഇവിടെ വലിയൊരു ചോദ്യചിഹ്നമാകുന്നത് മനുഷ്യൻ എന്ന പേരിൽ നമ്മൾ എന്ത് നേടി എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു നോവലിൽ മെയിൻ കഥാപാത്രമായ ജിതേന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ തൻ്റെ ആത്മാവിഷ്കാരമായിട്ടാണ് ഈ നോവലിൽ കടന്നു പോകുന്നത്. 54-ാമത്തെ വയസ്സിൽ മരണപ്പെടുമ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ സുഖഭോഗങ്ങളിൽപ്പെട്ട് തന്നിൽ അന്തർലീനമായ ഒത്തിരി കഴിവുകളെ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട് വെറും സാധാരണക്കാരനായി മരണപ്പെടുന്ന ജിതേന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു മെയിൻ കഥാപാത്രം ഒരുപാട് മനുഷ്യരെ പ്രതിനിധാനം ചെയ്യുന്നു. ജീവിതത്തിലേക്ക് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യനെ അറിയാൻ പുസ്തകത്തേക്കാൾ നല്ല മിത്രമില്ല എന്ന് ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇവിടെ ഈ ബുക്കിൽ അയ്യാട്ടുപിള്ള എന്ന ഒരു തറവാട്ടിലെ പിന്തുടർച്ചക്കാരനാണ് ഈ ജിതേന്ദ്രൻ എന്ന് പറയുന്ന അവിടുത്തെ കുടുംബ തറവാട്ടിലെ ഏറ്റവും ഇളയ സന്തതി എന്ന് പറയുന്നത്. ആധുനികതയുടെയും പാരമ്പര്യത്തിൻ്റെയും ഇടയിൽ പെട്ടുപോകുന്ന ഒരു മനുഷ്യൻ്റെ പ്രതീകമാണ് ജിതേന്ദ്രൻ. താൻ ജീവിക്കുന്ന കാലത്തിൻ്റെ ശൂന്യതയെയും അതുപോലെ അർത്ഥമില്ലായ്മയിലൂടെയും എഴുത്തിലൂടെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ഈ മനുഷ്യൻ എന്ന ആമുഖത്തിലൂടെ. തൻ്റെ പ്രണയിനിയായ ആൻമേരിക്ക് അയക്കുന്ന പ്രണയലേഖനത്തിലൂടെ ആ 2 പതിറ്റാണ്ട് കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. 70-80 കാലഘട്ടത്തിലൂടെ ആ കാലഘട്ടത്തിലുണ്ടാകുന്ന ഓരോ രാഷ്ട്രീയപരമായും സാമൂഹികപരമായും ഉണ്ടാകുന്ന പരിഷ്കരണങ്ങളെക്കുറിച്ച് തൻ്റെ മനസ്സിൽ തോന്നുന്ന എന്തിനെക്കുറിച്ചും തൻ്റെ പ്രണയിനിക്ക് അയക്കുന്ന കാവ്യശൈലിയിൽ കൊടുക്കുന്ന പ്രണയ ലേഖനങ്ങളാണ് ഈ ഒരു നോവലായിട്ട് രൂപാന്തരപ്പെടുത്തത്. ഇത് 1-2 ദിവസം കൊണ്ട് എഴുതി തീർത്ത ഒരു നോവലല്ല. ഒരു വ്യാഴവട്ടക്കാലം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പിന്നെ വളരെ സ്വപ്നമായിട്ട് കാത്തു സൂക്ഷിച്ചിരുന്ന ഒരുപാട് അറിവുകൾ അദ്ദേഹം ഈ നോവലിലൂടെ നമുക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. പഴമകളെ അറിയാനും ചരിത്രത്തെ പഠിക്കാനും ഇഷ്ടപ്പെടുന്നവർക്ക് ഈ നോവൽ വലിയൊരു മുതൽക്കൂട്ടാണ്. നമുക്ക് ഈ ഒരു നോവലിൽ പ്രതിപാദിക്കുന്ന കഥാസമാഹാരത്തെക്കുറിച്ച് ഒന്ന് ചെറിയൊരു എത്തിനോട്ടം നടത്താം. ഇത് ആലുവ എന്ന പ്രദേശത്ത് തച്ചനക്കര എന്ന ഒരു വെറും സാധാരണക്കാർ ജീവിക്കുന്ന ഒരു നാട്. വളരെയധികം 70 കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ഒരുപാട് യാതൊരു വിധത്തിലുള്ള ഡെവലപ്മെൻറ്റോ ഒരു പരിഷ്കാരമോ ഒന്നും വരാത്ത ആ ഒരു നാട്ടിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്. നമുക്ക് സത്യത്തിൽ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ പഴയ കഥകളൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കേട്ടിരിക്കുകയും പക്ഷേ അവരനുഭവിക്കുന്ന അവരുടെ അന്നത്തെ സൗകര്യമില്ലായ്മയും വൈദ്യുതി പോലും ഇല്ലാതിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ജീവിത പ്രാരാബ്ധങ്ങളിൽപ്പെട്ട് പലപ്പോഴും അവർക്ക് വിദ്യാഭ്യാസം നേടാനോ അത് മക്കളെ പഠിപ്പിക്കാനോ കഴിയാതെ പോയ ഒരു സാധാരണക്കാരായ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലമാണ് ഇവിടെ. തച്ചനക്കര ഗ്രാമത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാനൊന്ന് കൊണ്ടുപോവുകയാണ്. എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. നാം ഇന്ന് ആലുവയിലുള്ള തച്ചനക്കര ഗ്രാമത്തിലാണ്. അവിടെ നമുക്ക് അയ്യാട്ടുപിള്ള തറവാട്ടിലേക്ക് ഒന്ന് പോകാം. അവിടെയുള്ളത് ഒരു വളരെ കർക്കശ നിലപാടും ഭൂസ്വത്തിന് ഉടമയുമായ അല്പജ്ഞാനിയായ നാരായണപിള്ളയാണ്. നാരായണപിള്ള പിന്നെ അദ്ദേഹം വളരെ വൈകിയാണ് കല്യാണം കഴിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ പരിചാരകനായ അപ്പുനായരുടെ ഇളയ സഹോദരിയാണ്.
ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം വളരെ വ്യക്തമായിട്ട് അറിയാം എങ്കിൽ പോലും വളരെ ദരിദ്രനായ ഈ അപ്പു നായർ ഈ സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ആ, ദാരിദ്ര്യത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ കുഞ്ഞമ്മയുടെ ഒരിക്കൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു തറവാട്ടിലേക്ക് കുഞ്ഞമ്മ അവിടെ കാലുകുത്തുകയാണ്. പക്ഷെ കുഞ്ഞമ്മയുടെ ദാരിദ്ര്യം മാറിയെങ്കിലും അവിടെ സന്തോഷം കൊല ചെയ്യപ്പെടുകയാണ്. കാരണം നാരായണപിള്ള അത്രയ്ക്കും കർക്കശനും മർദ്ദിതനും പീഡനുമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരുള്ള നാരായണപിള്ളയും അതേപോലെ തന്നെ ഒരു നാണയത്തിൻ്റെ രണ്ട് തുണ്ടുകൾ രണ്ട് ഭാഗങ്ങൾ പോലെയാണ് ഇവിടെ സുഭാഷ് ചന്ദ്രൻ ഈ കഥയെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ കുഞ്ഞമ്മ എന്ന് പറയുന്ന സ്ത്രീ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആ നാരായണപിള്ള നാട്ടിലെ ഒരു പല കഥാപാത്രങ്ങളും ഇതിൽ വളരെ രസകരമായ, എല്ലാവരെയും അന്നത്തെ കാലഘട്ടത്തിൽ ചുരുക്കപ്പേരാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ നാട്ടിലെ ഒരു ചെറിയൊരു കടയാണ്. ആ കടയിൽ കച്ചവടം നടത്തുന്ന പൂച്ചാപ്പി എന്ന് പറയുന്ന ഒരാളോട്, പൂച്ചാപ്പിയെ കുറിച്ചിട്ട് ആ നാട്ടുകാർ പറയുന്നത് തച്ചങ്കന തരയിലുള്ള ആ പിന്നെ തച്ചനക്കര പിന്നെ പ്രദേശത്തെ എല്ലാ സ്ത്രീകളുടെയും വിവരങ്ങൾ തൻ്റെ ഉള്ളംകൈയിൽ സൂക്ഷിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ കുഞ്ഞമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പിന്നെ ആകെ ഒരു കാര്യം മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. പിന്നെ ദാരിദ്ര്യത്തിൻ്റെ കാരണത്താൽ ഇഷ്ടിക പൊടിച്ച് അല്ലെങ്കിൽ മറ്റേ ചുമരിലെ കല്ല് പൊടിച്ച് തിന്നുന്ന ഒരു സ്വഭാവം കുഞ്ഞമ്മയ്ക്ക് ഉണ്ട് എന്നാണ്. അപ്പോൾ അവരുടെ ആ ദാരിദ്ര്യത്തിൻ്റെ പിന്നെ എത്രമാത്രം അവർ ദാരിദ്ര്യത്തിലായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞു. പക്ഷേ കുഞ്ഞമ്മ ഇദ്ദേഹത്തിൻ്റെ കർക്കശമായ നിലപാടിൽ നിന്ന് ഒരു പരിധിവരെയൊക്കെ അദ്ദേഹത്തോട് പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ വളരെ രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആദ്യ രാത്രിയിൽ നാരായണപിള്ളയുടെ വായ്നാറ്റം എന്ന പേരിൽ പറഞ്ഞ് അവരിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നാരായണപിള്ളയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അപമാനം അദ്ദേഹത്തിന് വലിയൊരു ആഘാതമാവുകയാണ്. അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അവരുടെ ആ സംഘർഷം അവിടെ തുടങ്ങുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കുഞ്ഞമ്മയോട് സംസാരിക്കാതിരുന്ന നാരായണപിള്ള പിന്നീട് അദ്ദേഹത്തിൻ്റെ പരിചാരകനായ അപ്പുനായരുടെ നിർദ്ദേശം കേട്ട് അങ്ങനെ പാക്ക് തിന്നാനും വെറ്റില മുറുക്കാനും തുടങ്ങി അദ്ദേഹത്തിൻ്റെ വായ്നാറ്റം മാറ്റുകയാണ്. അങ്ങനെ അവിടെ മുതൽ നാരായണപിള്ളയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരികയാണ്. അങ്ങനെ ഒരു 1.5 വർഷക്കാലത്തിൻ്റെ ഇടവേളകളിലായിട്ട് ഒരു 6 മക്കൾക്ക് ഇവർ ജന്മം നൽകി. ഇവരുടെ 6 മക്കളെ കുറിച്ചിട്ടാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. ഓരോ മക്കളും ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള സംഘർഷത്തിൽ അവരും ഭാരമാകുന്നുണ്ട്. കാരണം ഈ അച്ഛൻ്റെ കൊടിയ പീഡനങ്ങൾ മക്കളിൽ ഉളവാക്കുന്ന വൈരാഗ്യം ഓരോ മക്കളും ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ആദ്യത്തെ മകനായ ഗോവിന്ദപിള്ള പഠിക്കാൻ വളരെ മിടുക്കനാണ്. അന്ന് പിന്നെ അദ്ദേഹം പഠിച്ച് കോളേജിൽ വിദ്യാഭ്യാസമൊക്കെ നേടി. അങ്ങനെ അദ്ദേഹം അവിടെ ഒരു സ്വന്തം ജാതിയിലല്ലാത്ത മറ്റൊരു ജാതിക്കാരി പെണ്ണുമായിട്ട് പ്രണയത്തിലാവുകയും ചെയ്യുമ്പോൾ അവർ തറവാടിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അങ്ങനെ അച്ഛൻ മകനെ കാലാകാലത്തേക്ക് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത്. പക്ഷേ അമ്മയ്ക്ക് മകനെ സ്വീകരിക്കാൻ താല്പര്യമുണ്ടായെങ്കിലും കർക്കശ നിലപാടുകാരനായ നാരായണപിള്ള അവിടെ മകനെ സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഗോവിന്ദ മാഷ് വീട്ടിൽ നിന്ന് പടിയിറങ്ങി പിന്നീട് ഒരുപാട് നാളത്തേക്ക് ഒരു 20 വർഷക്കാലത്തിന് ശേഷമാണ് അവസാനം അച്ഛനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദൻ നായർ വരുന്നത്. അവിടെ ഗോവിന്ദൻ നായരെ കുറിച്ചിട്ട് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ സുലോചന എന്ന് പറയുന്നതാണ് അവരുടെ ഭാര്യ എന്ന് പറയുന്നത്. അവർക്ക് ഒരു കുഞ്ഞുണ്ടാവുകയും ആ കുഞ്ഞിന് ഈ നാരായണൻ എന്ന് പേര് ഇടുകയും അങ്ങനെ പേരിടാൻ വേണ്ടി തന്നെ സുലോചന ഒരുപാട് ഈ ഗോവിന്ദൻ മാഷായിരുന്നു ഗോവിന്ദ മാഷിനോട്
അവരുടെ ജീവിതത്തിൽ ആകെ ഒറ്റ പ്രാവശ്യം മാത്രമേ ഇവരോട് വഴക്കിടുന്നുള്ളൂ എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. കാരണം ഗോവിന്ദ മാഷ് അച്ഛനെ പോലെ ആയിരുന്നില്ല. സ്ത്രീയോട് വളരെ നല്ല നിലയിൽ പെരുമാറിയ ആ ഒരു കാര്യം എടുത്തു പറയാൻ വേണ്ടിയാണ് ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ അവർ അടിയുണ്ടാക്കിയിട്ടുള്ളൂ, അതും ഈ ഒരു പേരിടുന്നതിൻ്റെ പേരിൽ. അവിടെ ഭാര്യ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഏതൊരു കാര്യമാണോ കാണാൻ ഇഷ്ടപ്പെടാത്തത്, ഏതൊരു കാര്യമാണോ നമുക്ക് കാണാൻ ഇഷ്ടപ്പെടാത്തത്, അതിൻ്റെ പേര് ഓർക്കാൻ പിന്നെ വിളിക്കാൻ താല്പര്യമില്ല എന്നറിയിക്കുമ്പോൾ ഗോവിന്ദമാഷ് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ അച്ഛനെയാണ് നീ വെറുക്കുന്നതെങ്കിൽ നാരായണപിള്ള എന്ന് പറയുന്ന ശ്രീനാരായണൻ്റെ ഗുരുവിൻ്റെ പേരിനോട് സാമ്യപ്പെടുത്തി കണ്ടാൽ മതി എന്നൊക്കെ ഈ ഒരു ബുക്കിലൂടെ അന്നത്തെ ജാതി വ്യവസ്ഥയെ അത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു കഥയിലൂടെ നമുക്ക് ഓർമ്മപ്പെടുത്താം. അങ്ങനെ ഗോവിന്ദ മാഷ് 20 വർഷക്കാലത്തിന് ശേഷം ആ തച്ചനക്കരയിലേക്ക് വരുമ്പോൾ ആർക്കും മനസ്സിലാകുന്നില്ല. ഗോവിന്ദ മാഷിന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ 85 വയസ്സായി, അച്ഛൻ കിടപ്പിലാണ്. അങ്ങനെ അച്ഛനോടുള്ള വൈരാഗ്യമൊന്നും തീർക്കാതെ അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകൾക്കും നിൽക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് അച്ഛനെ പോലെ ആകാതെ ഒരു നല്ലൊരു മനുഷ്യസ്നേഹിയായ ഒരു ഗോവിന്ദ മാഷിനെയാണ് നമുക്ക് ഈ മനുഷ്യൻ്റെ ആമുഖം എന്നതിലൂടെ നമുക്ക് കാണിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ മകൻ ഒരു പത്മനാഭൻ, ചെറുപ്പത്തിലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അസുഖം വന്നാൽ പോലും ചികിത്സിക്കാനോ തയ്യാറാകുന്നില്ല. അങ്ങനെ സ്വന്തം സഹോദരൻ കുഞ്ഞമ്മ എന്ന് പറയുന്ന സ്ത്രീ ഈ നാരായണപിള്ളയോട് ഒരുപാട് കെഞ്ചി പറയുന്നുണ്ട് അസുഖം ഡോക്ടറെ കാണിക്കാൻ കാശ് തരാൻ. പക്ഷേ അദ്ദേഹം അത് മാറിക്കോളും എന്നുള്ള നിസ്സാര മട്ടിൽ അവിടെ ഈ കുഞ്ഞിനെ ചികിത്സിക്കാതെ എല്ലാവരുടെയും സഹോദരങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ കുഞ്ഞ് ചോര ശ്രദ്ധിച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം സഹോദരങ്ങൾ കണ്ടു നിൽക്കുമ്പോൾ അച്ഛനോടുള്ള വൈരാഗ്യം അവിടെ കൂടുകയാണ്. ഇങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് പിന്നെ മൂന്നാമത്തെ മകൻ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മകൻ നാട് വിട്ടു പോകുന്നുണ്ട്. അവസാനം കുറേ നാളുകൾക്ക് ശേഷം ഈ തച്ചനക്കര ഗ്രാമത്തിൽ ഒരു സന്യാസി വരുന്ന ഒരു കഥ പറയുന്നുണ്ട്. അന്ന് നാട്ടിലുള്ള ജനങ്ങളെല്ലാം ഈ നാരായണപിള്ളയോട് പറയുന്നുണ്ട്, സന്യാസി അവരുടെ ഭൂതകാലവും പിന്നെ കഴിഞ്ഞു പോയ കാലവും എല്ലാം പറയുന്ന ദിവ്യ സന്യാസി ഉണ്ടെന്ന്. അങ്ങനെ നാരായണപിള്ള ഈ സന്യാസിയെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷേ കാണാൻ സാധിച്ചില്ല. പിന്നീട് ഒരിക്കൽ ഈ സന്യാസിയെ കണ്ടുമുട്ടുമ്പോൾ ആളാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ശരിക്കും വളരെയധികം സസ്പെൻസ് ആവുന്ന ഒരു കാര്യമാണ്. ഇവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ചന്ദ്രനാണ് ഈ സന്യാസിയായിട്ട് വരുന്നത്. പക്ഷേ കാണുമ്പോൾ തന്നെ ചന്ദ്രൻ ചോദിക്കുന്നത്, അന്ന് അമ്മ മരണപ്പെട്ടിട്ടുണ്ടാവും, അമ്മയെ വളരെ മൃഗീയമായി കൊലപ്പെടുത്തിയാണ് ഈ നാരായണപിള്ള സ്വന്തം ഭാര്യയെ കൊല ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുപോലെ അദ്ദേഹം എങ്ങനെയാണ് ഭാര്യയെ കൊന്നത് എന്ന് ഈ ചന്ദ്രൻ അന്ന് ആ വീട്ടിലില്ലെങ്കിൽ പോലും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സന്യാസിയെ പിന്നെ അച്ഛൻ്റെ ആ ഒരു പീഡനം ഈ സന്യാസി വെളിപ്പെടുത്തുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ചിട്ട് അവിടെ ഒരു പിന്നെ നാരായണപിള്ളയ്ക്ക് വലിയൊരു അവസാന നിമിഷത്തിൽ വലിയൊരു കുറ്റബോധം ഉണ്ടാവുകയാണ്. പിന്നെ ഇളയ മകൾ ചിന്നമ്മ എന്ന് പറയുന്നത്, ചിന്നമ്മ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും അങ്ങനെ അച്ഛൻ്റെ മുഖം കാണാതെ പിന്നെ ഒരു കുടിൽ കെട്ടി താമസിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവരുടെ മക്കളെല്ലാം ഈ അച്ഛൻ്റെ കഠിനമായ പീഡനം മൂലം, ശകാരം മൂലം അങ്ങനെ ഒരു ഛിന്ന ഭിന്നമായി പിന്നെ താമസിക്കേണ്ടി വരുന്ന അവസ്ഥ ഈ ഒരു കഥ ഇതിലൂടെ പറയുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 100 കണക്കിന് കഥാപാത്രങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ചില കഥാപാത്രങ്ങളെ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അതിൽ മറ്റു ഒരു കഥാപാത്രമാണ് വസുദേവൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു കഥാപാത്രം. പിന്നെ അദ്ദേഹത്തിനോടൊപ്പം തന്നെ പറയേണ്ട വേറൊരു കഥാപാത്രമാണ് രാമൻപിള്ളയും ആലമ്പൂരി എന്ന് പറയുന്നത്. ഇവർ 3 പേരും ഇന്നത്തെ ആ തച്ചനക്കര ഗ്രാമത്തെ ഒരു ചെറിയൊരു ലോകമാക്കി മാറ്റുന്നതാണ്. ഇവർ വസുദേവൻ നമ്പൂതിരി എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ വളരെ കുറഞ്ഞ വിദ്യാഭ്യാസമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമിതമായ അറിവ് ഉൾക്കൊള്ളാൻ അന്നത്തെ നാട്ടുകാർക്ക് ശേഷിയില്ലായിരുന്നു. കാരണം അദ്ദേഹം അന്നത്തെ സമൂഹത്തിൻ്റെ ആചാരങ്ങളെയും അനാചാരങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ സമൂഹം അദ്ദേഹത്തെ പിന്നെ വിലക്കുകയും
പിന്നെ അദ്ദേഹം മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്തത്. അന്ന് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ വിദ്യാഭ്യാസം നേടിയിരുന്നുള്ളൂ. അവർ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും സമൂഹം അംഗീകരിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രാമൻപിള്ള എന്ന് പറയുന്ന രംപിള്ള എന്നാണ് ഷോർട്ട് പേര് ഈ ഇതിൽ പറയുന്നത്. രംപിള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ രഹസ്യം, ഈ വാസുദേവൻ നമ്പൂതിരിയുടെ ഒരു സ്വകാര്യ രഹസ്യം ഈ രാമൻപിള്ളയ്ക്ക് അറിയാം. രാമൻപിള്ള ഇത് അന്ന് ആ നാട്ടിലുള്ള എല്ലാവരോടുമായിട്ട് പറഞ്ഞു നിർക്കുകയാണ്. അങ്ങനെ അവസാനം ഈ വസുദേവൻ നമ്പൂതിരിയെ സമൂഹം അവിടെ സമൂഹ ബഹിഷ്കരണം നടത്തി ആ നാട്ടിൽ നിന്നിട്ട് ഒറ്റപ്പെടുത്തുകയും അങ്ങനെ ഇതിൻ്റെ മാനസികമായും അദ്ദേഹം തകരുകയും ഭ്രാന്തനായി മാറുകയും ചെയ്യുകയാണ് അവസാനം ഈ വസുദേവൻ നമ്പൂതിരി. ഇവിടെ രാമൻപിള്ള ചെയ്ത പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു മനുഷ്യ ജീവിതം എങ്ങനെ തകർത്തു എന്ന് പിന്നെ ഇത്രത്തോളം അദ്ദേഹത്തെ വേദനിപ്പിച്ചു, വാസുദേവൻ നമ്പൂതിരിയെ എത്രമാത്രം ക്രൂരമായി ആ വാക്ക് വേദനിപ്പിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ ആജീവനാന്തം വേട്ടയാടപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. ഇവിടെ സുഭാഷ് ചന്ദ്രബോസ് ഈ ഒരു സംഭവം വെറും അദ്ദേഹത്തിൻ്റെ രാമചന്ദ്രൻ്റെ വെറും ഒരു ഗൂഢാലോചന ആയിട്ട് മാത്രമല്ല കാണുന്നത്. നമ്മൾ നിസ്സാരമായി കാണുന്ന വാക്കുകൾ ഒരാളുടെ ജീവിതത്തിൽ എത്ര വലിയൊരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കപ്പെടുന്നു എന്ന് ഈ ഒരു സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതകാലം മുഴുവൻ അദ്ദേഹം മുഴുവൻ നീറുന്ന ഒരു മുറിവായി അദ്ദേഹം ഇത് കൊണ്ടു നടക്കുകയാണ്. മനുഷ്യൻ്റെ ഭൂതകാലത്തെ എങ്ങനെയാണ് കുറ്റബോധം സദാ വേട്ടയാടുന്നു എന്നും മനുഷ്യൻ എത്ര ഉന്നതനായാലും ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ തെറ്റ് അവൻ്റെ ഭാവി ജീവിതത്തിൽ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നും പിൽക്കാലത്ത് സംഭവിക്കുന്ന ഒറ്റപ്പെടലും മാനസിക സംഘർഷങ്ങളും ഒരാൾ തൻ്റെ കർമ്മത്തെക്കുറിച്ച് തോന്നുന്ന പശ്ചാത്തലത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. പിന്നെ ഇവിടെ വരുന്ന അടുത്ത കഥാപാത്രം എന്ന് പറയുന്നത് ആലമ്പൂരി എന്ന കഥാപാത്രം. ഇവർ 3 പേര് കൂടുമ്പോഴാണ് ഈ ഒരു കഥയ്ക്ക് ഒരു പൂർണ്ണത വരുന്നത്. കാരണം ഇവിടെ ഒരു രാമൻപിള്ള പല സമയത്തും ഈ ഒരു കുറ്റബോധം മറക്കാൻ ശ്രമിക്കുമ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ ഒരു കഥാപാത്രം രാമൻപിള്ള ചെയ്ത തെറ്റിനെ കൂടെ കൂടെ ഓർമ്മിപ്പിച്ച് അദ്ദേഹത്തെ കുറ്റബോധം കൊണ്ട് നീറുന്ന രാമൻപിള്ളയെ മുറിവുകളിൽ ഉപ്പ് പുരട്ടുന്ന വ്യക്തി എന്ന നിലയിലാണ് ആലമ്പൂരി എന്ന കഥാപാത്രത്തെ ഇതിൽ ഓർമ്മിപ്പിക്കുന്നത്. തെറ്റ് ചെയ്തവരെ വെറുതെ വിടാതെ നിരന്തരം ചർച്ചയ്ക്കായി ആഘോഷിക്കുന്ന സമൂഹത്തിൻ്റെ പ്രതീകമാണ് ആലമ്പൂരി. കുറ്റം പർവ്വതീകരിച്ച് സ്വയം വിധികർത്താക്കളായി മാറുന്ന കഥാപാത്രങ്ങൾ ഇന്നും നമ്മുടെ ഗ്രാമങ്ങളിലും സമൂഹത്തിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഈ 3 കഥാപാത്രങ്ങളും, ഒരാൾ അറിവുള്ളവൻ, ഒരാൾ രാമൻപിള്ള തെറ്റ് ചെയ്തവൻ, മറ്റേ വിധി കർത്താവ്, എങ്ങനെ അവരുടെ ഈ 3 പേരും ചേരുമ്പോൾ തച്ചനക്കര ഗ്രാമം ഒരു ചെറിയ ലോകമായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ബുക്ക് വായിക്കുമ്പോൾ ഓരോ കഥാപാത്രത്തിനും വ്യത്യസ്തമായ നമ്മുടെ മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത നമ്മൾ അത്രമാത്രം ഹൃദയസ്പർശിയായ രീതിയിലാണ് ഇതിൻ്റെ എഴുത്ത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരുപാട് അവാർഡുകൾ ഈ ബുക്ക് വാങ്ങിക്കൂട്ടിയത് എന്ന് തന്നെ പറയാം. മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയും അതിജീവനത്തെക്കുറിച്ചും ഈ നോവൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലുള്ള ഒരു കണ്ണാടിയാണ് ഈ ബുക്ക്. നമ്മുടെ ജനനം മുതൽ മരണം വരെ നീളുന്ന മനുഷ്യൻ്റെ പരിണാമം, പിന്നെ അവൻ സ്വയം നിർമ്മിച്ചെടുക്കുന്ന സാമൂഹികവും സാംസ്കാരികവുമായ ചട്ടക്കൂട്ടങ്ങളെ ഈ നോവൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. 2 പതിറ്റാണ്ടുകളെ കുറിച്ചിട്ട് സമന്വയിപ്പിക്കുന്ന, അന്ന് ആ നാട്ടിൽ ഒരു കറണ്ട് പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നാട്ടിൽ ആദ്യം വൈദ്യുതി വരുന്നതും, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV വരുന്നതും, പിന്നെ അത് മാറി കളർ TV ആകുന്നതും, ഈ ജിതേന്ദ്രൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും ആദ്യമായിട്ട് TV തൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കിട്ടുമ്പോൾ അവിടെ തറയിലിരുന്ന് TV കണ്ടതും, അങ്ങനെ വീട്ടുകാർ അപ്പുറത്തേക്ക് പോയപ്പോൾ അവരുടെ റൂമിലെ സോഫ തൊട്ട് നോക്കുന്നതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ വളരെ ഹൃദയസ്പർശിയാണ്. കേരളത്തിലെ സാമൂഹികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങളെ തച്ചനക്കര എന്ന ഈ സാങ്കല്പിക ഗ്രാമം
ഒപ്പിയെടുക്കാൻ ഈ നോവലിലൂടെ നമുക്ക് സാധിക്കും. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടവും അതേപോലെ സമകാലിക കാലവും വരെ നീളുന്ന ഒരു ചരിത്രത്തിൻ്റെ അടരുകൾ ഇതിലുണ്ട്. ഭാഷാശൈലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വായനക്കാരെ അത്ഭുതപ്പെടുത്തുന്ന കാവ്യപരമായ ഒരു ഭാഷയാണ്. ആഴമുള്ള ദാർശനിക ചിന്തകളെ നോവലിന് ഒരു സമ്പൂർണ്ണ വായന അനുഭവം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ എല്ലാ കഥാപാത്രങ്ങളും തികച്ചും സാധാരണക്കാരും അവരുടെ സ്വാഭാവിക വികാരങ്ങൾ, നിരാശകൾ, തോൽവികൾ, ഇങ്ങനെ വായനക്കാരനെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് നിർത്താൻ ഈ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കഴിയുന്നു. മനുഷ്യൻ്റെ ക്ഷണികതയെക്കുറിച്ച് ആണ് ഈ നോവലിൽ കൂടുതൽ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ അത് എന്തുമാത്രം ക്ഷണികമാണെന്ന് ഈ നോവൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഒരു ജാതി, മതം, രാഷ്ട്രം എന്നിവയാണ് മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതും അതേപോലെ തന്നെ നശിപ്പിക്കുന്നതും എന്ന് ഈ നോവൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ 400 ചില്ലാരം പേജുകളുള്ള ഈ ഒരു ബുക്ക് സത്യത്തിൽ ചരിത്രത്തെയും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒറ്റയിരുപ്പിൽ തന്നെ ഇരുന്ന് വായിക്കാനുള്ള ഒരു അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു നോവലാണ് ഈ ഒരു നോവൽ എന്ന്. പിന്നെ നമ്മുടെ ഓക്കെ, ഇന്നത്തെ ജീവിതം എന്ന് പറയുന്നത് അന്നത്തെ ജീവിതം കെട്ടിപ്പടുക്കാൻ നാം പുറപ്പെടുമ്പോൾ പണ്ട് മുതലേ ആരൊക്കെയോ കൊണ്ടുവന്ന ആചാരങ്ങളും അനാചാരങ്ങളും തൻ്റെ പുറകെ പോകേണ്ടി വന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ജിതേന്ദ്രൻ എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രണയിനിക്ക് കാവ്യരൂപത്തിൽ അയച്ച ഓരോ ഭാഗങ്ങളും അദ്ദേഹം നോവലാക്കി കൊണ്ടുവരികയായിരുന്നു ചെയ്യുന്നത്. ഈ നോവൽ വായിച്ചിട്ടില്ലാത്തവർ വായിക്കണമെന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഫീഡ്ബാക്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു. നമസ്കാരം സാറേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. വായനയുടെ കാര്യം പറയുമ്പോഴേ ഈ ചില സാഹചര്യങ്ങളും കൂടെ നമ്മൾക്ക് ഒത്തുവരണം ഈ വായന ശരിയാവണമെന്നുണ്ടെങ്കിൽ. കാരണം നമ്മൾ ഇപ്പം ഞാൻ മെഡിസിന് ചേർന്നതിന് ശേഷം വീട്ടിൽ നിന്നകന്ന് നിന്ന് അവിടെ നമുക്ക് ഡിപ്പാർട്ട്മെന്റൽ ലൈബ്രറി മാത്രമാണ് ചില അവിടുത്തെ ഈ പുസ്തകങ്ങൾ മാത്രമുള്ള ലൈബ്രറി. അപ്പം ആ ഒരു ലെവലിലേക്ക് പോയിട്ട് പിന്നെ നമ്മുടെ ജീവിതത്തിരക്കുകളിൽ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ജോലി ചെയ്ത് ഇങ്ങനെ പോയി. ഇപ്പോഴേ വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു 5 വർഷത്തിന് മുമ്പാണ് കോഴിക്കോട് എത്തുന്നത്. അപ്പോൾ അവിടെ ഒരു ദേശസേവനി എന്ന് പറയുന്ന ഒരു വായനശാലയുണ്ട്. ആ വായനശാലയിൽ നിന്ന് 3 പുസ്തകം നമുക്ക് വീട്ടിൽ കൊണ്ടുതരും. അപ്പോൾ അങ്ങനെ പണ്ടുണ്ടായിരുന്ന ആ വായനാശീലം പുനരാരംഭിക്കാൻ എനിക്ക് കഴിഞ്ഞെന്നുള്ളൊരു മാനസികമായിട്ടുള്ളൊരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പുസ്തകം അന്ന് ഈ പുസ്തകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അന്ന് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം അതിനൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. സാറ് ഇതിൻ്റെ കുറിച്ചൊരു ചെറിയ വിവരണം, നല്ലൊരു വിവരണം തന്ന ഇതിന് വളരെ നന്ദി. സാറ് അതിനകത്തൊരു സംഗതി പറയുന്നുണ്ട്, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV വന്നതും പിന്നെ അത് കഴിഞ്ഞത് കളർ TV ആയതും ആ കാലമൊക്കെ അടുത്തുള്ള വീട്ടിൽ പോയി ഈ നിലത്തിരുന്ന് TV കാണുന്ന പല രംഗങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്.
എല്ലാവർക്കും മാത്രം വളരെ എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ അനുഭവങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ അത് വളരെ യാഥാർത്ഥ്യത്തോടുകൂടിയുള്ള ഒരു സമീപനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പുസ്തകം എത്രയും പെട്ടെന്ന് ഞാൻ വായിക്കുന്നതാണ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഞാൻ ഇന്ന് അലാറം ഒന്നും വെച്ചല്ല, ഞാൻ ഇന്ന് തന്നെത്താനെ ഉണന്ന് പിന്നെ നോക്കിയപ്പം എൻ്റെ കൃത്യസമയം ആയിട്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ. ഗുഡ് മോർണിംഗ് റസാഖ് സാർ. ഗുഡ് മോർണിംഗ് ചന്ദ്രമ. നല്ലൊരു ബുക്ക് റിവ്യൂ ആയിരുന്നു, വളരെ സ്ട്രക്ചേർഡ് ആയിരുന്നു ഞാൻ കേൾക്കുമ്പോൾ. പക്ഷെ മലയാളം കുറച്ചുകൂടെ ടഫായിരുന്നു കേൾക്കുമ്പോൾ. ചില വേർഡ്സ് ഒക്കെ എനിക്ക് മനസ്സിലാവണില്ല. ബട്ട് സ്റ്റിൽ സർ വന്നിട്ട് ആ ഒരു ബുക്ക് റിവ്യൂ എങ്ങനെ ചെയ്യണമെന്നുള്ളത് വളരെ കറക്റ്റ് രീതിയിൽ യു ഹാഡ് കവേർഡ് ഇറ്റ്. അതിന്റെ ക്യാരക്ടേഴ്സ്, ആ ബുക്ക്, അതിന്റെ അവാർഡ്സ്, അതിന്റെ ഓത്തറിനെ കുറിച്ചിട്ട്, ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട്, പിന്നെ കുറച്ച് ബ്രീഫായിട്ട് ആ സ്റ്റോറീനെ കുറിച്ചിട്ട്. ആ സ്റ്റോറിയിൽ നിന്ന് അന്നത്തെ സൊസൈറ്റി നമ്മൾ ശരിക്കും, എനിക്ക് മലയാളം ബുക്സ് ചെറുതായിട്ട് സ്ലോ ആയിട്ട് വായിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ മൈൻഡ് കണ്ടീഷൻ. ബട്ട് സ്റ്റിൽ ഒരു ടഫായിട്ട് മലയാളം വേർഡ്സ് എനിക്ക് മീനിങ് മനസ്സിലാവില്ല. ബട്ട് സർ ആ സ്റ്റോറി കൊണ്ടുപോകുമ്പോൾ എനിക്ക് വെന്റ് ബാക്ക് ടു ഞാൻ ഒരു സ്കൂൾ ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ ഈ മാതിരി സിസ്റ്റം, ഞാൻ കർണാടകയില് വളർന്നത് കൊണ്ട് ആ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബുക്ക്. ഓക്കെ. സോ ഐ ലുക്ക് ഇൻ ടു ഇറ്റ്. ആ കർണാടക, ഞാൻ ആ ലൈഫ് അവിടെ എന്തായിരുന്നു, അവിടെയും ഈ മാതിരി സിസ്റ്റം ഒക്കെ, ഈ കാസ്റ്റ് സിസ്റ്റം, പാട്രിയാർക്കൽ സൊസൈറ്റി, മെന്നെ ഡോമിനേറ്റ് ചെയ്യുന്നത്, മെൻ എങ്ങനെയാണ് വിമനെ കൺട്രോൾ ചെയ്യുന്നത്, പിന്നെ ഫാമിലി എങ്ങനെ സ്പ്ലിറ്റ് ആവുന്നത്. സർ അത് യു ടുക്ക് us ത്രൂ ദാറ്റ് സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ ഇത് ആക്ച്വലി ഒരു ഫാക്ട് ആയിരുന്നു. അത് ശരിക്കും ട്രാവൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. സാറുടെ ഒരു പറയുന്ന ഒരു എനിക്ക് മനസ്സിലാവുന്ന എന്തൊക്കെയാണ് അതിലിരുന്ന്, ഇറ്റ് ഈസ് ഒരു റിയാലിറ്റി ഓഫ് ലൈഫ് ആയിരുന്നു. ആ ഫാമിലീസിൽ, ചില ഫാമിലീസിൽ ഇങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡോമിനേറ്റിംഗ് മെയിൽ ഫാമിലീസിലൊക്കെ ഉള്ള പ്രോബ്ലംസ് ഒക്കെ സർ അത് ആ സ്റ്റോറി ബുക്കിന്റെ ത്രൂ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഫീൽ ചെയ്തതാണ്. വെരി ശരിക്കും ഹാർട്ട് ടച്ചിങ് ആണ്. ഇപ്പൊ രാജേന്ദ്ര സാറും പറഞ്ഞു, ടിവിയുടെ ഞാനും ഒരു സ്കൂൾ 10th ഒക്കെ പഠിക്കുമ്പോഴാണ് ഈ സംഭവം കാണുന്നത്. TV പറയണത് ഒരു വീട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കളർ ബ്ലാക്ക്, കോംപ്ലക്സ് ഫാമിലീസില് അവരുടെ വീട്ടിൽ കളർ TV ഉണ്ട്, നമ്മുടെ വീട്ടിൽ ബ്ലാക്ക് ആൻഡ് ടി, സ്റ്റാറ്റസ് ബേസ്ഡ് ആയിട്ട് ഇങ്ങനെ ഡിസ്റ്റിങ്ഷൻ ഒക്കെ ഉള്ള ഒരു സൊസൈറ്റി ആയിരുന്നു. സോ അതൊക്കെ ഐ കുഡ് റീകളക്ട് ഓൾ ദോസ് തിങ്സ്. ആൻഡ് ശരിക്കും ഫീൽ ആയി ഈ നോവലിലുള്ള ഇത് ആക്ച്വലി റിയൽ ലൈഫില് സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ആൻഡ് യു ഡിഡ് ഇറ്റ് വെരി വെൽ സർ. താങ്ക് യു വെരി മച്ച്. ആൻഡ് സർ പറഞ്ഞ മാതിരി ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ, ടൈം കിട്ടുമ്പോൾ. ഇപ്പോ റീഡിങ് പറയുമ്പോൾ യു നീഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ്. നമുക്ക് ടൈം വേണം അതിരുന്ന് വായിക്കാനൊക്കെ, ഡിവോട്ടഡ് ആയിരിക്കണം. ഓൺലി ദെൻ ആ സ്റ്റോറി നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ കയറും. സോ ഐ ട്രൈ ടു റീഡ് ദാറ്റ്. സർ എന്ന് ആ ബുക്ക് എവിടെ നിന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള ഷെയർ ചെയ്താൽ ഐ ട്രൈ ടു. Thank you, sir. A very good session. Best wishes. And come out with more such sessions. Thank you, ma'am. Thank you. ചന്ദ്രമ്മ പറഞ്ഞതുപോലെ കുറെ പഴയ ഓർമ്മകളിലേക്ക് പോകാൻ പറ്റി. എന്താന്ന് വെച്ചാൽ ചെറുപ്പത്തില് ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരു 5 മണിയാകുമ്പോ കുറെ ആൾക്കാർ വരും. എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുള്ള എല്ലാ ആൾക്കാരും TV കാണാനായിട്ട് വരും. അങ്ങനെ എല്ലാവരും വന്ന് ഇങ്ങനെ ഹോളിൽ ഇങ്ങനെ നിലത്ത് ചമ്രം പടഞ്ഞിരുന്ന്, അപ്പൊ ആ കൂടെ ഞങ്ങളും ഇരിക്കും. ആ കൂടെ ഇരുന്ന് കണ്ട ഒരു അനുഭവം അന്ന് അതിലേക്ക് ഈ ഒരു ഓർമ്മയെ ഞാൻ കൊണ്ടുപോകാൻ സാധിച്ചു. പിന്നെ നല്ലൊരു പുസ്തകം, ഈ പുസ്തകം ഇനി വായിച്ചില്ലെങ്കിൽ തന്നെ അത് വായിച്ച ഒരു പ്രതീതിയായി സാറിന്റെ അവതരണം. നല്ലൊരു അവതരണമായിരുന്നു. എന്തായാലും താങ്ക് യു സാർ. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് റാവു സാർ. ഈ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല. എനിക്ക് പക്ഷേ അത് കേട്ടപ്പം
OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസമാണ് ഓർമ്മ വന്നത്. അതിനകത്ത് ഇതുപോലെ രവി എന്ന് പറയുന്ന ഒരു ആളുടെ സ്റ്റോറിയാണ്. പാലക്കാട് ജില്ലയിലെ തസ്രാക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട്. എന്തായാലും നല്ല അവതരണമായിരുന്നു. എല്ലാരും പറഞ്ഞ പോലെ ബുക്ക് വായിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ക്ഷമ കുറച്ച് കുറവാണ് ഇപ്പൊ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ബുക്കുകളൊക്കെ. എന്തായാലും വായിക്കാൻ ശ്രമിക്കാം. അല്ലാത്ത വായിക്കാറുണ്ട്, പക്ഷെ ഇപ്പൊ എല്ലാം ക്യാപ്സ്യൂൾ രൂപത്തിൽ കിട്ടണല്ലോ നമുക്ക്. അതെ അതെ കുറേ സമയം ഇരുന്ന് ഇങ്ങനെ വായിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു. അതിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തി ഒരു ഓവറോൾ ഒരു സമ്മറി കിട്ടി. ഇനി എന്തായാലും വായിക്കാൻ ശ്രമിക്കാം. ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. സാറെല്ലാം അതിങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു. സാർ പറയുമ്പോ തന്നെ കുറച്ച് ഫീൽ ഉണ്ടായിരുന്നു എന്നല്ല, ഓരോ കാര്യങ്ങളും പറയുമ്പോ തന്നെ അതിൽ തന്നെ ഒരുപാട് ഇമോഷൻസിലൂടെ നമുക്ക് ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ കടന്നു പോകാൻ പറ്റുമെന്ന് മനസ്സിലായി. അതുപോലെ എനിക്ക് തോന്നുന്നത് ഇതില് മനുഷ്യ ജീവിതങ്ങളെ കുറിച്ചും പിന്നെ ബന്ധങ്ങളെ കുറിച്ചും ഓർമ്മകളെ കുറിച്ചൊക്കെയാണ് ഇതില് ആഴത്തി നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് സാറിന്റെ ആ ഒരു അവതരണത്തിൽ കേട്ടതിന്ന് മനസ്സിലായി. സാറ് നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ. എന്തായാലും ഈ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫീൽ ആയിരിക്കും മൊത്തത്തിൽ കേട്ടപ്പോ മനസ്സിലായി. അപ്പൊ എന്തായാലും വാങ്ങിക്കണം, ഇൻഷാല്ലാ വിചാരിക്കുന്നുണ്ട് വാങ്ങിക്കണം. ചില സമയങ്ങളിൽ ഇങ്ങനത്തെ ബുക്ക് വാങ്ങിക്കുമ്പോ തന്നെ നമ്മുടെ മൈൻഡ് തന്നെ ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. കുറെ ഇമോഷൻസ് കടന്നു പോകുമ്പോ അതിന് ഇതുപോലത്തെ ബുക്കുകളൊക്കെ വായിക്കണം. അതെ അതെ നമ്മളിപ്പോ നമ്മുടെ പിന്നെ കാരണവരൊക്കെ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ര ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ ഈ ബുക്ക് വായിക്കുമ്പോൾ അവരനുഭവിച്ച ആ ഒരു കഷ്ടതയിലൂടെ നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്തിട്ട് തന്നെ ഇങ്ങനെ പോകും. കാരണം ഞാനിപ്പോൾ പറയാത്ത ഒരുപാട് കാര്യമുണ്ടല്ലോ. 400 പേജുള്ള ബുക്കല്ലേ. ഞാൻ വളരെ ഷോർട്ടായിട്ടാണല്ലോ പറഞ്ഞത്. ഒരിക്കലും അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കഥയല്ല അത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതായിരുന്നു ഈ ഒരു ബുക്ക്. പരിചയപ്പെടുത്തി തന്നതിൽ ഒരുപാട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലുവയിലാണല്ലോ. അപ്പോൾ ഈ സുഭാഷ് ചന്ദ്രൻ്റെ ബുക്ക് ഞാനിങ്ങനെ വാങ്ങിച്ച് സത്യത്തിൽ അത് വായിക്കുമ്പോഴാണ് ഇത് ആലുവയെ കുറിച്ചിട്ടുള്ള ഇതാണ്. അതിൽ പറയുന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പോഴും അതേ സ്ഥലങ്ങൾ തന്നെയാണ് പറയണേ. പക്ഷെ സാങ്കല്പിക കഥ എന്ന് പറഞ്ഞാൽ പോലും. പക്ഷേ എന്നിട്ട് ഈ സുഭാഷ് ചന്ദ്രനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. എൻ്റെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ അടുത്ത വീട്. അപ്പം അങ്ങനെ, കാരണം ആ ബുക്ക് വായിച്ചിട്ട് ആ ഒരു ഫീലിങ്സ് സാറായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റി. അതെ അതെ നാട്ടുകാരനാണ്. നമുക്ക് അങ്ങനെ പരിചയം ഉണ്ടായിരുന്നില്ല, കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സാറിന് നമ്പർ കിട്ടി, അങ്ങനെ കോണ്ടാക്ട് ചെയ്ത്. കാരണം നമുക്ക് അത്രമാത്രം സാറിനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് വരും ആ ബുക്ക് വായിക്കുമ്പോൾ. എനിക്കൊരു ഡൗട്ട് ഉണ്ട് സർ, ഇത് ഓട്ടോബയോഗ്രഫി ആണോ ബയോഗ്രഫി ആണോ സർ പറയുന്ന രീതിയിൽ? അത് എല്ലാവർക്കും ഉണ്ട്. ഈ ബുക്ക് വായിക്കുമ്പോൾ അദ്ദേഹത്തിനോട് തന്നെ, ഇപ്പം ഈ സുഭാഷ് ചന്ദ്രനോട് തന്നെ ആളുകൾ ചോദിക്കാറുണ്ട് സ്വന്തം കഥയല്ലേന്ന്. കാരണം സാറ് അതേ സത്യത്തിൽ സ്വന്തം കഥ തന്നെയാണ്. ഈ ജിതേന്ദ്രൻ എന്ന് പറയുന്നത് നാരായണപിള്ളയുടെ ഇളയ മകൻ്റെ മകൻ തന്നെയാണ് അവർ. പക്ഷേ വേറൊരു കഥാപാത്രമായിട്ട് തന്നെ ഇതിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ആളവിടെ മരണപ്പെടുന്നത് വരെയും 54-ാമത്തെ വയസ്സിൽ ആൾ മരണപ്പെടുന്നതാണ് അതിൽ ഈ ബുക്കിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഗുഡ് മോർണിംഗ് അബ്ദുൽ റസാഖ് സർ. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാന് ഒരുപാട് വർഷം മുമ്പ് ഈ പുസ്തകം ഇറങ്ങിയ കാലത്ത് വാങ്ങി വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതെല്ലാം മറന്നുപോയിരുന്നു, എനിക്ക് ഒരു ഓർമ്മയില്ലായിരുന്നു. സർ ഇത് പറഞ്ഞു വന്നപ്പോഴാണ് വീണ്ടും ഇതെല്ലാം ഓർത്തത്. ഞാൻ അന്നൊക്കെ ഇങ്ങനെ കറണ്ട് ബുക്സോ DC ബുക്സിന്റെ എന്തോ ഒരു മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ട് ഒരു വർഷം 350 രൂപയുടെ ബുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാം അതുണ്ടെങ്കിൽ. അങ്ങനെ പിന്നെ എടുത്ത് വാങ്ങിച്ച ബുക്കുകൾ ആയിരുന്നു ഇത്. ബുക്കിൽ പെട്ടതായിരുന്നു ഈ പറഞ്ഞ ജിതേന്ദ്രനും നാരായണപിള്ളയും. അന്ന് നമുക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരുമായുള്ളൂ. അത്രയും ഒരു ആ കഥാപാത്രം ഇങ്ങനെ ക്രൂരനാണല്ലോ എന്നുള്ള. മകനൊക്കെ മരിക്കപ്പെടുമ്പോഴേ ആ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന ശരിക്കും ഫീലുള്ള ആൾക്കാർക്ക് കണ്ണിന്ന് കരച്ചിൽ വരും. അത്രമാത്രം ആ അമ്മ അനുഭവിച്ചിട്ടുണ്ട്. അമ്മ ശരിക്കും പറഞ്ഞാൽ മകന്റെ കാര്യത്തിൽ കരഞ്ഞവരടുത്ത് പറയുന്നുണ്ട്. ഞാനിവിടെ തൊട്ടടുത്തവരൊരു ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ കൊണ്ടുപോട്ടെ എന്നൊക്കെ പറയുന്ന ഒരു ലാസ്റ്റ് അവർ ഇവരുടെ അനുവാദം ഇല്ലാണ്ട് അവിടെ കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ നിന്നും
ട്രീറ്റ്മെൻ്റ് ഒന്നും ശരിയാവാണ്ട് മരിക്കപ്പെടുകയാണ്. അതെ 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 അതെ. ഒരുപാട് നമുക്ക് വിഷമം തോന്നുന്ന ഒരു കഥയാണ്. അപ്പൊ അന്ന് വായിച്ചിട്ട് അന്ന് കുറെ കൂടെ മുമ്പായോണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഇപ്പൊ എനിക്ക് അത്ര ഇമോഷൻസ്, ഇങ്ങനെ സങ്കടമൊന്നും എനിക്ക് ഇത്ര ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ പ്രായമായപ്പോ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കാനാണല്ലോ നമ്മൾ ശ്രമിക്കുക. അപ്പൊ ഒരുപാട് വിഷമം വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ ഒഴിവാക്കും. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു കഥ വായിച്ച് സങ്കടപ്പെടണ്ടല്ലോ എന്നുള്ള രീതിയാണ് ഇപ്പൊ എനിക്ക്. പക്ഷെ അന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ഇത്. പിന്നെ മനുഷ്യന്റെ എല്ലാ അവസ്ഥകളും അന്നത്തെ കാലം, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ആ അമ്മാവൻ ആണ് കുറെ പഴയ, ഇവിടെ നാട്ടുമ്പുറ, ഞങ്ങൾ വളർന്ന കോട്ടയത്താണെങ്കിലും ഇപ്പൊ ഞാനുള്ളത് എൻ്റെ തറവാട്, അമ്മയുടെ തറവാട്. ആ നാട്ടുമ്പുറത്തൊക്കെ ഒരു അമ്മാവൻ ഒക്കെ ഏകദേശം ഈ സ്വഭാവമായിരുന്നു. എല്ലാരെയും ഇങ്ങനെ അടക്കി ഭരിച്ച് ഭയങ്കര കാരണവർ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാരണവരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കായിരുന്നു ഇതുപോലത്തെ ഒരു ക്യാരക്ടറാണ് ഈ നാരായണപിള്ള അന്നത്തെ. അന്ന് വിദ്യാഭ്യാസം അന്നത്തെ ഇല്ലാത്തതിന്റെ ഒരു കാലത്ത് അങ്ങനെയാണ്. ഇവരൊക്കെ വലിയ മുതലാളിയൊന്നും ആയിട്ടല്ല, അവരുടെ സ്വഭാവം ഭരിക്കുക. സ്വന്തം അമ്മയെ പോലും ഞാൻ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, എനിക്കറിയില്ല. അമ്മയെ പോലും ദേഷ്യം വന്നിട്ട് പിടിച്ചിട്ട്, അവിടെ കിണറിനൊന്നും അന്ന് ഈ ആൾമറ പോലത്തെ സംഭവം ഇല്ല, അതിൽ കൊണ്ടുപോയി ഇടാൻ പോലെ തൂക്കി പിടിച്ചു നിർത്തും ദേഷ്യം വരുമ്പോ. എന്നിട്ട് എല്ലാരും കൂടെ കരയും, തിരിച്ച് കൊണ്ടുവരും. നമുക്കറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ എൻ്റെ അമ്മയുടെ അച്ഛൻ ഇവിടെ നേരെ ഇല്ലത്തെ നമ്പൂരിയാ. നേരെ എൻ്റെ വീടിന്റെ മുമ്പിൽ തന്നെ മനയാണ്, അമ്പലത്തിനോടടുത്തും. അപ്പൊ അവിടുത്തെ നമ്പൂരിയാവുമ്പോ അന്നത്തെ സംബന്ധമാണ് എൻ്റെ അമ്മമ്മയോട്. അമ്മയുടെ അച്ഛൻ നമ്പൂരിയാണെങ്കിലും നമുക്ക് ബന്ധമൊന്നുമില്ല, ഒരു അവകാശവും ഇല്ല, അവരെ ആരെയും നമ്മളെ ബന്ധുക്കളും അല്ല. അങ്ങനെ തൊട്ടടുത്ത് താമസിക്കുന്നവരൊക്കെയാണ്. പക്ഷെ അന്നത്തെ ഒരു കാലഘട്ടം അതാണ്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കാൻ പറ്റും ഈ പുസ്തകം അതെ, വായിക്കുമ്പോൾ. ആ ബുക്കിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഗാന്ധിജി കേരളത്തില് ശ്രീനാരായണ ഗുരുവിനെ കാണാൻ വേണ്ടി വരുന്ന ഒരു കഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ നാരായണപിള്ള ചോദിക്കുന്നുണ്ട്, ഈ ഗാന്ധിജിയെ പോലുള്ള ആളുകൾ ഇത്രയും ഒരു പിന്നെ ഈഴവരായിട്ടുള്ള ഒരു നേതാവിനെ കാണാൻ വരുന്നത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ തന്നെ അവിടെ നാരായണപിള്ളയുടെ ഒരു ജാതീയത അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇതൊക്കെ തുറന്നു പറയാനായിട്ട് ഈ പിന്നെ സുഭാഷ് ചന്ദ്ര തുനിഞ്ഞെന്നുള്ളതാണ് ഏറ്റവും വലിയ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വലിയൊരു പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പൊ ഇത്രയും തുറന്ന് എന്തായാലും ഒരു വല്ലാതെ മനസ്സിനെ ബാധിക്കുന്ന ഒരു പുസ്തകമാണ്. ഇതിന്റെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ വായിക്കാം. ഇന്ന് സാർ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇനി വായിച്ച വേറൊരു രീതിയിൽ മമ്മിന് ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. പിന്നെ അത് ശരിയാ, കുറെ മുമ്പാണ് വായിച്ചത്. സത്യത്തിൽ ഈ ബുക്ക് നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മൾ കുറഞ്ഞ കാലം ഇവിടെ ജീവിക്കുമ്പോൾ എന്ത് ജീവിതത്തിന് ശേഷം നമ്മൾ എന്ത് നേടി, നമ്മൾ എല്ലാവരും ഒരു കയ്യൊപ്പ് ശേഷിച്ച് അല്ല സിഗ്നേച്ചർ ഇതാക്കിയിട്ട് വേണം ഇവിടുന്ന് പോകാനെന്നുള്ളതാണ് ഈ ജിതേന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രം നമുക്ക് സമ്മാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നെ അവസാനം പറയുന്ന ഒരു വാക്ക് അതാണ്, മരണത്തിന് വളരെ പിന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി മരിച്ചു വീഴേണ്ട ഒരവസ്ഥ ആണ് മനുഷ്യനെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സമൂഹത്തിന് എന്ത് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മരണത്തിന് ശേഷം നമ്മളത് ചിന്തിക്കുള്ളൂ. അല്ലെ, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തില് എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും ആ അവസാനം ഉള്ള മരണം മുമ്പിലുണ്ട് എന്നുള്ള ഒരു ബോധം മനുഷ്യന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇത്രയൊന്നും നമ്മള് കാണിക്കൂല, അഹങ്കാരമൊന്നും കാണിക്കില്ല. പക്ഷെ അന്നത്തെ ഒരു കാലഘട്ടവും അന്നത്തെ ഇവിടുത്തെ സമൂഹത്തിന്റെ ഒരു അവസ്ഥ അതൊക്കെ ആയിരുന്നല്ലോ. കുറെ ജാതി വ്യവസ്ഥകളും അതും ഇതും. ഇവരുമായിട്ട് അമ്മ പറയുന്നേക്കാം, ഈ നമ്പൂരി ഇല്ലത്തെ ആരെങ്കിലും കുളിക്കാൻ പോകുമ്പോ ഓരോരുത്തരിങ്ങനെ ഹൊയ് 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 എന്ന് പറഞ്ഞ് പോകുമ്പോ ആ വഴിയിലുള്ളവർ മുഴുവൻ മാറിക്കോണം, ആരെയും അവര് കാണാൻ പാടില്ല. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം ഒളിച്ച് ഓടിപ്പോവും. താണ ജാതിക്കാരൊക്കെ ആ വഴിന്നേ ഓടിപ്പോവും. മുമ്പിൽ ഇതും പറഞ്ഞ ആള് പോവും. അപ്പൊ ഇവര് കുളിക്കാൻ ചെല്ലുന്ന ആ ഭാഗം അവർക്ക് സ്പെഷ്യൽ കടവുണ്ട്, അതിപ്പോഴും ഉണ്ട്. നമ്പൂരിമാര് കുളിക്കുന്ന കടവ് വേറെയാണ്. ഈ അവസാനം ഈ നാരായണപിള്ള മരിക്കുന്നത് ക്ഷേത്രക്കുളത്തിൽ വീണിട്ടാണ്. കാരണം അദ്ദേഹം ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകുകയാണ്. അതായത്
മരിക്കാൻ ഉം. കിടന്ന ഒരു വ്യക്തി എങ്ങനെയാണ് അവിടുന്ന് അപ്രത്യക്ഷമായെന്നൊക്കെ ഒരു വലിയൊരു ചോദ്യമാണ്. പക്ഷേ ഈ പിന്നെ കുടുംബക്കുളത്തിൽ അദ്ദേഹം വീണിട്ട് കിടക്കുമ്പോൾ അവിടെ പോലും ഈ അന്ന് നീന്താനും ഇതുപോലെ തന്നെ തപ്പിയെടുക്കാനൊക്കെ അറിയാവുന്ന ആൾക്കാർ താഴ്ന്ന ജാതിയിലുള്ള ആളുകളാണെന്ന് പറഞ്ഞിട്ട് അവിടെയും അവരൊരു ജാതീയത നോക്കുന്നുണ്ട്. അതൊക്കെ ശരിക്കും നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. സാറ് പറഞ്ഞാല് ഇനി ഒന്നുകൂടെ വായിക്കുമ്പോ എനിക്ക് വേറൊരു പേഴ്സ്പെക്റ്റീവിൽ അതിനെ കാണാൻ പറ്റും. അതെ അതെ അന്ന് ഞാൻ ഒന്നും അറിയാത്തൊരു കാലത്ത് ഈ പുസ്തകം വാങ്ങി വായിച്ചതാണ്. പക്ഷെ ഇനി എനിക്ക് ഒന്നുകൂടെ വായിച്ചാൽ അത് വേറൊരു അനുഭവമായിട്ട് വരും തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു എന്താ പറയാ എത്ര നിരർത്ഥകമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടെ അതിനകത്ത് വരും. താങ്ക് യു മാം. തീർച്ചയായിട്ടും നന്ദി റസാഖ് സാർ ഈ പുസ്തകം എടുത്തതിന്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. മറ്റേ സാറ് പറഞ്ഞതിൽ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇന്ന് ഇത്രയും തുറന്നു എഴുതാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഇന്ന് നമുക്ക് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരല്പം ഇല്ല ഇന്ന് കൂടുതലാണ്, പറ്റത്തില്ല. ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന്. ഈ സുഭാഷ് ചന്ദ്രന്റെ വേറൊരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, ഘടികാരങ്ങൾ നിലക്കുന്ന സമയം എന്ന് പറയുന്നത്. ഞാൻ പണ്ട് തൃശ്ശൂരിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കുന്ന സമയത്ത് അന്ന് നമുക്ക് ഹോസ്റ്റലില് പാട്ടൊന്നും കേൾക്കാൻ പറ്റില്ല. അപ്പൊ അന്ന് ആകെയുള്ളൊരു ഹോബി ഈ ബുക്ക് വായനയാണ്. ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന് അടുത്ത് ഈ സെക്കൻഡ് ബുക്സ് വെക്കുന്ന കടയുണ്ട്. ഒരു 50-100 രൂപയുടെ ബുക്കൊക്കെ നമുക്ക് 50-നൊക്കെ കിട്ടും. അങ്ങനെ ആ സമയത്ത് വായിച്ചൊരു ബുക്കാണത്, ഘടികാരങ്ങൾ നിലക്കുന്ന സമയം. എന്തായാലും ഈ ബുക്കൊന്ന് വായിക്കണം. തീർച്ചയായിട്ടും. എന്താണ് എനിക്ക് തോന്നുന്നത്, എനിക്കിതൊരു ബെസ്റ്റ് ടൈമാണ്. ഇതൊക്കെ കുറച്ച് ഹാമിദ മാം പറഞ്ഞ പോലെ കുറച്ച് വർഷം മുമ്പൊക്കെ വായിക്കുകയാണെങ്കിൽ എനിക്ക് ഇത്ര ചിലപ്പോൾ ഞാനത് വെറുതെ ഒന്ന് നോക്കിയിട്ട് അവിടെ വെക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു നമ്മളുടെ മാനസികമായിട്ടുള്ള വളർച്ച ഉണ്ടാവുമല്ലോ, അപ്പൊ എനിക്കിപ്പോ ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഇഷ്ടമാണ്. ഇതുപോലെ ഇങ്ങനെ ഫീൽ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഈ ബുക്ക് കേട്ടപ്പോ എനിക്ക് മൊത്തത്തില് ഇഷ്ടമായി. സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ നല്ല ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് ആഴത്തിൽ ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റും. അതെ അതെ. സത്യം പറഞ്ഞാൽ റിവ്യൂ എഴുതണം. ബുക്ക് വായിച്ചിട്ട് റിവ്യൂ എഴുതുമ്പോഴാണ് അതുകൊണ്ടൊരു ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വയ്ക്കണം. സാർ ആദ്യമായിട്ടല്ലേ റിവ്യൂ ചെയ്യുന്നത് അത് ബുക്കിന്റെ? ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ 2 വർഷം പുതിയ മുമ്പാണ് ബുക്കുകളൊന്നും വായിച്ചാൽ ഈ പറയുന്ന ഒരു അനുഭവം കിട്ടുകയല്ല. കാരണം ഇപ്പോഴത്തെ ബുക്സ് എല്ലാം കുറച്ചൊരു സിനിമാറ്റിക് ആണ്. ഒരു സിനിമ കാണുന്ന ഫീലാണ് കിട്ടുക അതെ അതെ. ഇപ്പൊ ഈ ബെസ്റ്റ് സെല്ലർ എന്ന് പറഞ്ഞിറങ്ങുന്ന ബുക്കുകളെല്ലാം. എന്തായാലും പിന്നെ വിംബിൾ അക്കാദമി ഈ ഒരു പ്രോഗ്രാം നടത്തിയത് വളരെയധികം പ്രശംസനീയമാണ്. ബുക്ക് വായിക്കുന്ന ആൾക്കാർക്ക് ഇതേപോലെ റിവ്യൂ ഒക്കെ ചെയ്യാനായിട്ടൊരു അവസരം ഉണ്ടാക്കി തന്നതിന് പ്രത്യേകം നന്ദി. പിന്നെ ഇനി ആരാണ്? ഇപ്പൊ ഈ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മളേക്ക് റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പം തോപ്പിൽ പാസിയുടെ പിന്നെ ഒളിവിലെ ഓർമ്മകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതിനകത്ത് പറയുന്ന ഓരോ ഈ പ്രശ്നങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുണ്ട് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. എന്താ ആ പാടത്തും പറമ്പിലും ജോലി ചെയ്യുന്ന ആ ദളിതരെ കാളകളെ പോലെ എന്തോ പിന്നെ ശിക്ഷയായിട്ട് കാളകളെ പോലെ കെട്ടി റോഡിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു രംഗം തോപ്പിൽ വാസി ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാലം ഞാൻ ആ ഇന്നലത്തെ പുസ്തകത്തിന്റെ റിവ്യൂ പറഞ്ഞ കൂട്ടത്തിൽ ഞാനത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിരുന്നു. അത് ഒത്തിരി ബാക്കൊന്നും അല്ല, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാര്യമാണിത്. 48 ഞാൻ ഇതിനകത്ത് അത് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള സംഗതി ശരിക്കും നമ്മൾ വായിക്കണം. വായിച്ചെങ്കിൽ നമ്മൾ ഏതൊരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്തിയത് നമ്മൾ അറിയണം. അതെ അതെ. താങ്ക് യു സാർ. മാത്രം നരകയാതനകളൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത്. വിംബിൾ അക്കാഡമിക്ക് ഒരു പ്രത്യേക നന്ദി. ഇപ്പൊ ഇങ്ങനെ ഈ വായനാ ദിനത്തിന്റെ
ഭാഗമായിട്ട് ഇങ്ങനെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന നല്ലൊരു ഐഡിയ. അത് ആരുടെ ഐഡിയ ആണെന്നുണ്ടെങ്കിലും വളരെ ശ്ലാഘനീയമാണ് ആ ഐഡിയ. താങ്ക് യു വിംബിൾ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? ഇനിയിപ്പോ ആരെങ്കിലും ഉണ്ടോ? എത്രയായി ടൈം? ഖത്തറിലാണല്ലോ അല്ലേ? ഖത്തറിൽ ഇപ്പൊ 3:55. അല്ല, അപ്പൊ സുഖം സാർ എത്ര മണിക്ക് എണീറ്റ് ഇരിക്കുകയായിരുന്നു അല്ലേ? ഞാന് അത് പിന്നെ കിടന്നില്ലേ? അല്ലല്ല കിടന്നത് ഞാൻ 2:30 സജന മാമന്റെ അടുത്തൊന്ന് മിസ് കോൾ അടിക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ എണിച്ച് ഇവിടെ 3 എന്തായാലും മണിക്കാണല്ലോ. താങ്ക് യു സാർ. സമയത്തൊക്കെ എണീറ്റിട്ട് ബുക്ക് റിവ്യൂ ഒക്കെ ചെയ്യാന്ന് പറയുന്നത് അത് നിങ്ങൾ റൌഫ് കുറെ സാറിന് കഥ രാത്രിയാണ് അല്ലേ? ഇല്ല, എനിക്ക് 6 മണി വൈകുന്നേരം. ആ, ഓക്കെ. ഏറ്റവും സൗകര്യമുള്ള, വലിയ കുഴപ്പമില്ലാത്തൊരു സമയം അതല്ലേ? എനിക്ക് മോർണിംഗ് സർക്കിള് നല്ല സമയമാണ്. ഞാൻ എന്റെ ഓഫീസിലെ പണിയെല്ലാം തീർത്ത് ഇങ്ങനെ ഇരിക്കുന്ന അതെ ടൈമാണ്. അതെ. അത് കഴിഞ്ഞ് സാർ അവിടെയും വരും, കോഫി ടോക്കിലും വരും. അല്ല, അതൊരു നല്ലൊരു ടൈമാണ്. ഞാൻ ഒരു വൈകുന്നേരം അതെ അതെ 8 മണി അതെ വരെയൊക്കെ ആകുമ്പോഴേക്കും എല്ലാം തീരും. അതെ ശരിയാ. അപ്പൊ ഞാനും ഈ രാജൻ സാറ് പറഞ്ഞപ്പോ അത് തന്നെ പറയാൻ വരികയായിരുന്നു. വിംബിൾ അക്കാഡമി ഈ ഒരു ആഴ്ച മുഴുവനും പുസ്തകം റിവ്യൂ ചെയ്യുന്ന ഒരു നല്ല കാര്യമായിപ്പോയി കേട്ടോ. നമ്മൾ സാധാരണ നല്ല നല്ല കാര്യങ്ങൾ എന്നും രാവിലെ കേട്ടാലും ഇത് ഈ ബുക്ക് റിവ്യൂ ഒരു നല്ലൊരു ഐഡിയയും നല്ലൊരു കാര്യമാണ്. ഈ വായനാ ദിനത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ഒക്കെ ഓരോ ദിവസം, ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒരു ബുക്ക് റിവ്യൂ ചെയ്താൽ നല്ലതായിരിക്കും. നമ്മൾക്ക് അറിയാത്ത ബുക്കുകൾ പരിചയപ്പെടും. ഈ ബുക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ബുക്ക്, ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ട്, ഇങ്ങനെ അറിയാൻ പറ്റിയല്ലോ. അപ്പൊ ഇതുപോലെ നല്ലതാണ് ഇങ്ങനെ സംഭവം, ബുക്കിന്റെ റിവ്യൂ. എന്നാലും നമുക്ക് നോക്കാം, താല്പര്യമുള്ളവർക്ക് ബുക്ക് റിവ്യൂ ഒക്കെ വരാം. എല്ലാവർക്കും അത് യൂസ്ഫുൾ ആകും. പിന്നെ ഇങ്ങനെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് വായിക്കാനായിട്ടൊരു തോന്നും. ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോഴേ ടെൻഡൻസി വരും. ശരിക്കും അന്ന് ഈ പുസ്തകം ഇറങ്ങിയ സമയത്ത്, ഈ അവാർഡ് കിട്ടിയ സമയത്ത് ഈ ബുക്കിനെ കുറിച്ച് അറിയാം. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ അത് നടന്നില്ല വായന. ഓക്കെ, നന്ദി സാറേ, വളരെ ഹൃദയം നിറഞ്ഞ നന്ദി ആ ബുക്ക് എടുത്തതില്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ അബ്ദുൾ റസാഖ് സാറ്? ഇനിയിപ്പോ സാറ് ഉറങ്ങൂലേ? ഉറങ്ങാൻ ടൈം ഉണ്ടാവുമല്ലോ? അതെ ഇനി ഉറങ്ങുന്നുണ്ട്. ഇന്ന് ലീവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അതുകൊണ്ടാണ് സാറിനെ ഫ്രീ ആക്കി വിടാം. അത് കുഴപ്പമില്ല, ഇന്ന് ലീവാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. സാർ എന്ത് ചെയ്യുന്നു ഖത്തറില്? ഞാനിവിടെ ഹെൽത്ത് സെന്ററിൽ മെഡിക്കൽ ഡോക്യുമെന്റേഷൻ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നത്. ഹെൽത്ത് സെന്ററിൽ, പ്രൈമറി ഹെൽത്ത് സെന്റർ. എന്തായാലും നന്നായി. എവിടെയാണ്? ഞാൻ ആലുവ. റൌഫ് സാർ ഇവിടെ ജോലി ചെയ്യുന്നേ? റൌഫ് സാർ അമേരിക്കയിലാണ്. എന്നോടാണോ? അതെ. ഞാൻ ലോസ് ആഞ്ചലസ് എന്ന് പറയും, US-ലാണ്. റൌഫ് സാർ കളി കാണാൻ പോകുന്നുണ്ടോ? ഇല്ല, കളിയൊന്നും ഭയങ്കര അടുത്തല്ലായിരിക്കും അല്ലേ? അടുത്താണ്, പക്ഷെ ഭയങ്കര പൈസയാണ്. അത്രയും ഭ്രാന്തൊന്നും ഇല്ല. എന്നാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആയിരുന്നു, ഖത്തറിലായിരുന്നു. ടിവിയില് നന്നായിട്ട് നമുക്ക് കാണാലോ. അതെ. അല്ല, അത്ര അടുത്തുള്ളപ്പോ നോക്കാം, പക്ഷെ അല്ലെങ്കിൽ നമുക്ക് നന്നായി ഇരുന്ന് വേണമെന്നുണ്ടെങ്കിൽ കാണാം. ഒരു മാച്ച് പോയിക്കോളൂ സർ. അതെ, അതൊരു ലൈവിന് പോകുന്ന ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ് അത്. കളി കാണല് മാത്രമല്ല, അവിടെ ഡിഫറെന്റ് നാഷണാലിറ്റികൾ, ആളുകളുടെ ഒരു ബഹളമൊക്കെ ഇല്ലേ? അതെ ആ ഒരു വൈബ് ഒരു പ്രത്യേക രസമാണ്. അതെ, ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ അതെ. കണ്ടാൽ നല്ലതായിരിക്കും. പിന്നെ സാർക്ക് ഒരു ബുക്ക് എഴുതാം. ആർക്ക്? റൌഫ് സാറിനോ? അന്തരമ്മ ഐഡിയാസ് തന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ശരിക്കും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയ ആൾക്കാർക്ക് ലൈഫ് എക്സ്പീരിയൻസസ് ഒരുപാട് ഉണ്ടാവും.
ഇന്ത്യയിലെ ഇരിക്കുമ്പോൾ അതിന്റെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. കീപ് യുവർ സെൽഫ് ബിസി. അബ്ദുൾ റസാഖ് സർ ഓൾസോ യു ഹാവ് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് മെഡിക്കൽ ആ ഒരു ഫീൽഡിൽ വരുമ്പോഴും. ഞാൻ എൻ്റെ ഈ അടുത്ത് ഒരു കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ അയാൾ ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഓരോ കസ്റ്റമറുടെ എക്സ്പീരിയൻസ് പറയാ. അപ്പൊ ഞാൻ അയാൾക്ക് ഒരു സജസ്റ്റ് ചെയ്തു, നിങ്ങൾ ഇത് ബുക്കായിട്ട് എഴുതൂ, പീപ്പിൾ ക്യാൻ റീഡ് ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ശരിക്കും റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് അല്ലേ. അതെ അതെ. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ. ഇന്ന് സാറ്റർഡേ ആയാലും സൂസൻ മാം ലീവാണ്. സൂസൻ മാമ അംബിക മാമൊന്നും ഇല്ലല്ലോ. അതെ അതെ. ബുക്ക് എഴുതുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണം. താങ്ക് യു സർ. ഓക്കെ, ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവർക്കും നന്ദി. ഇന്ന് വെളുപ്പിനെ പള്ളി പോകുന്ന ദിവസമാണ് തോന്നുന്നു സൂസൻ മാരേജ്. അതെ അതെ, സൂസൻ മാമിന് സാറ്റർഡേ ലീവായിരിക്കും. എവറി സാറ്റർഡേ ലീവാണ് സൂസൻ. സൺഡേ സൺഡേ വരാറുണ്ട്. സാറ്റർഡേ മാത്രമാണ് ലീവ് വരുന്നത് അല്ലേ? അതെ അതെ. ആള് പക്ഷെ റെക്കോർഡ് കാണും എന്തായാലും. എന്നിട്ട് ഫീഡ്ബാക്ക് ഇടാറുണ്ട് ഗ്രൂപ്പില് സാറ്റർഡേസ്. വൈൻഡപ്പ് ചെയ്യാലേ. ഓക്കെ, താങ്ക് യു. വിഷിംഗ് ഓൾ എ ഗുഡ് ഡേ. എല്ലാ ദിവസവും കിട്ടില്ലെങ്കിൽ താങ്ക് യു മാം.